നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള IPL പോരാട്ടത്തിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്തായതിനു പിറകെ രൂക്ഷ വിമർശനവുമായി കെ ശ്രീകാന്ത്. സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് പ്രകടനമാണ് CSKയ്ക്കായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആദ്യ സീസണിൽ തന്നെ കാഴ്ചവെച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 89 റൺസിന്റെ വലിയ പരാജയമാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ചെന്നൈക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നത്. ഈ കളിയിൽ നല്ലൊരു മാർജിനിൽ ജയിക്കുന്നതിനൊപ്പം മറ്റു മത്സരഫലങ്ങളും അനുകൂലമായാൽ മാത്രമേ CSKയ്ക്ക് നേരിയ പ്ലേ ഓഫ് സാധ്യതയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതോടെ CSKയുടെ പ്രതീക്ഷകൾ പൂർണ്ണമായി അസ്തമിക്കുകയും ചെയ്തു. ഈ IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് സഞ്ജു സാംസണിനെ അതിരൂക്ഷമായി കെ ശ്രീകാന്ത് വിമർശിച്ചത്. സീസണിൽ ടീമിനായി ഏറ്റവുമധികം റണ്ണെടുത്തെങ്കിലും സ്ഥിരത പുലർത്താൻ കഴിഞ്ഞില്ലെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. സഞ്ജു സാംസണിന്റെ ഇത്തവണത്തെ പ്രകടനം നോക്കൂ. 14 മാച്ചുകളിൽ ആകെ പെർഫോം ചെയ്തത് വെറും 4 എണ്ണത്തിൽ മാത്രമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്രൈം പ്ലെയറാണ് അവൻ. 165 സ്ട്രൈക്ക് റേറ്റും 477 റൺസും 43 ശരാശരിയുമെല്ലാമുണ്ട്. പക്ഷെ സഞ്ജുവിനെ പോലെയൊരു താരത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. ലീഗ് ഘട്ടത്തിൽ ആകെ കളിച്ചിട്ടുള്ള 14 മത്സരങ്ങളിൽ 7 എണ്ണത്തിലും സഞ്ജു നല്ല പ്രകടനം നടത്തുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഇതാണ് CSKയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള വ്യത്യാസം. സഞ്ജുവും ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും ജോസ് ബട്ട്ലറും തമ്മിലുള്ള വ്യത്യാസം, ഇവരെല്ലാവരും GTയ്ക്കായി സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളവരാണെന്ന് ശ്രീകാന്ത് വിശദമാക്കി. എന്നാൽ സഞ്ജുവിനെതിരെയുള്ള ഈ കടന്നാക്രമണത്തോട് യോജിക്കാൻ ശ്രീകാന്തിനൊപ്പം ഇതേ ഷോയിൽ ആങ്കറായി പങ്കെടുത്ത മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധ തയ്യാറായില്ല. സഞ്ജുവിനെ ഈ തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും CSK ബാറ്റിംഗ് ലൈനപ്പിൽ മറ്റാരും പിന്തുണ നൽകാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ റിസ്കുകൾ എടുക്കേണ്ടി വന്നതെന്നും അനിരുദ്ധ ചൂണ്ടിക്കാട്ടി. 2024 IPLൽ ശുഭ്മാൻ ഗില്ലിനു അത്ര നല്ലൊരു സീസണായിരുന്നില്ല. ഇത്തവണ സഞ്ജു സാംസൺ പെർഫോം ചെയ്തതുപോലെ തന്നെയാണ് ഗില്ലും അന്ന് പെർഫോം ചെയ്തത്. 400+ ആയിരുന്നു അദ്ദേഹം നേടിയത്. പക്ഷെ ഗില്ലിന് അന്നു ടീമിലെ മറ്റു ബാറ്റർമാരിൽ നിന്നും പിന്തുണ ലഭിച്ചിരുന്നു. ഇപ്പോൾ സഞ്ജുവിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അദ്ദേഹം റണ്ണടിച്ച 4 മാച്ചും CSK ജയിച്ചിട്ടുണ്ട്. സഞ്ജു ഒരു സീസണിൽ 450, 550 റൺസ് പ്ലെയർ ആണെന്നും ഈ IPL തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്കെല്ലാം അറിയാവുന്നതുമാണ്. അത് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഇതിൽ 4 എണ്ണത്തിൽ ഏറെക്കുറെ തനിച്ചാണ് CSKയെ ജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ മറുഭാഗത്ത് ടീമിലെ മറ്റു ബാറ്റർമാരിൽ നിന്നും 0 സപ്പോർട്ടാണ് സഞ്ജുവിന് ലഭിച്ചതെന്നും അനിരുദ്ധ ചൂണ്ടിക്കാട്ടി. പക്ഷേ സഞ്ജു തിളങ്ങിയതുകൊണ്ട് മാത്രമല്ല 4 മത്സരങ്ങളിൽ CSK ജയിച്ചതെന്നും അക്കീൽ ഹൊസൈന ബൌളറുടെ മികച്ച പ്രകടനം കൂടി അതിനു കാരണമാണെന്ന് ശ്രീകാന്ത് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ സഞ്ജു സാംസൺ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്